ഒരാഴ്ചക്കാലം വത്തിക്കാനിൽ നടന്ന പ്രധാന വാർത്താവിശേഷങ്ങളുമായി വത്തിക്കാൻ റിപ്പോർട്ട്. ഏവർക്കും സ്വാഗതം. ജീവിതം ഒരു ടീം ഗെയിം. ഫുട്ബോൾ പാഠങ്ങളുമായി ലിയോ 14 മാർപ്പാപ്പ. ഫിഫ ലോകകപ്പ് ആവേശത്തിലേക്ക് ലോകമുണരുമ്പോൾ ഫുട്ബോളിനെ മുൻനിർത്തി ഹൃദ്യമായ ജീവിതപാഠം പങ്കുവച്ച് ലിയോ 14 പാപ്പ. ജീവിതം ഒറ്റയ്ക്ക് ഓടി തീർക്കേണ്ട ഒരു മത്സരമല്ല എന്നും മറിച്ച് ഒത്തൊരുമയോടെ ഒരു ടീമായി കളിക്കേണ്ട ഒന്നാണെന്നും മാർപ്പാപ്പ ഓർമ്മിപ്പിച്ചു. En cuanto a la pregunta sobre el fútbol, todo el mundo sabe que ahora juego tenis. Jugaba fútbol como joven, pero fútbol americano, un poco más violento. Pero también con los seminaristas, cuando estuve en Trujillo, jugaba fútbol. Defensa, si quieren saber. No era gran goleador. Pero cuando estaba, primero en Roma, donde viví la primera experiencia del Mundial, 1982, que fue aquí en España. Luego en Perú con los seminaristas seguía mucho, sea los equipos locales, pero también jugaba con los seminaristas. Poco de deporte hace bien para todos. Hay que buscar cómo, digamos, conservar y estar en buena salud, cuerpo, mente y alma. Entonces eso sí ha sido parte de mi vida. Pues el fútbol también nos ayuda a recordar algo muy importante, que la vida no es una carrera para vivir en una forma solitaria. Es algo que se juega en equipo y hay que aprender a correr juntos. Y entonces en ese sentido, uno que puede ser una estrella, pero que nunca pasa la pelota, pues no deja que los otros entren en el juego y probablemente va a perder. Y entonces también pensando en nosotros y pensando cómo integrar en un equipo, pues también quiero reconocer y felicitar todo lo que están haciendo aquí. സ്പെയിനിലെ ബാഴ്സലോണയിലുള്ള സെന്റ് അഗസ്റ്റിൻ ദേവാലയത്തിൽ രൂപതാ ജീവകാരുണ്യ സംഘടനകളിലെ അംഗങ്ങളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഫുട്ബോൾ കമ്പക്കാരുടെ ശ്രദ്ധേയമായ പ്രതികരണം. ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർമ്മിക്കാൻ ഫുട്ബോൾ നമ്മെ സഹായിക്കുന്നുണ്ട്. ജീവിതം എന്നത് ഏകാന്തമായി ഓടേണ്ട ഒരു മത്സരമല്ല, അതൊരു ടീമായി കളിക്കേണ്ട ഒന്നാണ്. നമ്മൾ ഒരുമിച്ച് മുന്നേറാൻ പഠിപ്പിക്കേണ്ടതുണ്ട്, മാർപ്പാപ്പ പറഞ്ഞു. തനിക്ക് ഫുട്ബോൾ ഇഷ്ടമാണോ എന്ന് ചോദിച്ച റൊൻസോ എന്ന 6 വയസ്സുകാരൻ്റെ ചോദ്യത്തിന് മറുപടി നൽകവെയാണ് കളിക്കളത്തിലെ സ്വാർത്ഥതയെ മാർപ്പാപ്പ ചൂണ്ടിക്കാണിച്ചത്. ഒരാൾ വലിയൊരു സൂപ്പർ സ്റ്റാർ ആയിരിക്കാം, പക്ഷെ പന്ത് മറ്റുള്ളവർക്ക് പാസ് ചെയ്യാതെ അവരെ കളിയിൽ പങ്കാളികളാക്കാതെ സ്വന്തമായി തന്നെ മുന്നേറാൻ ശ്രമിച്ചാൽ ആ താരം പരാജയപ്പെടാൻ തന്നെ സാധ്യതയുണ്ട്, അദ്ദേഹം കൂട്ടിച്ചേർത്തു. തൻ്റെ കായിക പശ്ചാത്തലത്തെക്കുറിച്ചും കൂടിക്കാഴ്ചയിൽ മാർപ്പാപ്പ മനസ്സ് തുറന്നു. നിലവിൽ താൻ ടെന്നീസാണ് കളിക്കുന്നതെന്നും എന്നാൽ ചെറുപ്പകാലത്ത് അമേരിക്കൻ ഫുട്ബോൾ കളിച്ചിരുന്നതായും അദ്ദേഹം വെളിപ്പെടുത്തി. പെറുവിലെ ട്രുജില്യൻ മിഷണറിയായ സേവനമനുഷ്ഠിച്ച കാലത്ത് സെമിനാരി വിദ്യാർത്ഥികൾക്കൊപ്പം പന്തു തട്ടിയ ഓർമ്മകളും അദ്ദേഹം പങ്കുവച്ചു. അന്ന് ഞാൻ ഡിഫൻസിലാണ് കളിച്ചിരുന്നത്, ചിരിയോടെ മാർപ്പാപ്പ ഓർത്തെടുത്തു. കായിക വിനോദങ്ങൾ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ഒരുപോലെ ഉന്മേഷം നൽകുന്നതാണെന്ന് വ്യക്തമാക്കിയ മാർപ്പാപ്പ ബാഴ്സലോണയിലെ കത്തോലിക്ക സഭാ സമൂഹങ്ങൾ നടത്തുന്ന സാമൂഹ്യ പ്രവർത്തനങ്ങളെ ഒരു ടീമിന്റെ ഒത്തൊരുമയോടെയാണ് ഉപമിച്ചത്. സഗർദ ഫാമിലിയയിലെ ജീസസ് ക്രൈസ്റ്റ് ടവർ ഉദ്ഘാടനം ചെയ്ത് ലിയോ 14 മാർപ്പാപ്പ. തന്റെ അപ്പസ്തോലിക സന്ദർശനത്തിന് 4ാം ദിനം ബാഴ്സലോണയിലെ പ്രശസ്തമായ സഗർഡ ഫാമിലിയ ബസിലിക്കയിൽ വെച്ച് ലിയോ 14 മാർപ്പാപ്പ വിശുദ്ധ കുർബാന അർപ്പിച്ചു. ബസിലിക്കയുടെ മുഖ്യ ശില്പിയായ ആന്റോണി ഗൗഡിയുടെ 100ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ ഈ ദ്വീപലിക്ക് ശേഷം ദേവാലയത്തിലെ ഏറ്റവും ഉയരമേറിയ ഗോപുരമായ ജീസസ് ക്രൈസ്റ്റ് ടവർ മാർപ്പാപ്പ ആശീർവദിച്ച് ഉദ്ഘാടനം ചെയ്തു. Señor soberano nostro, che nes de glorios il vostro nom per tutta la terra. Con l'alabanza di este salmo
tan lleno de alegría y asombro, os saludo a todos vosotros, queridos hermanos y hermanas. Expreso mi agradecimiento a sus majestades. Doy las gracias al cardenal Juan José Omella, arzobispo de Barcelona, así como a los demás hermanos en el episcopado y a todos los que se unen a nuestra oración, sacerdotes, diáconos, religiosos, religiosas. En esta tarde de fiesta para toda la ciudad de Barcelona y el pueblo, extiendo mi saludo agradecido a las autoridades públicas, así como a los miembros de otras comunidades cristianas y de otras religiones que participan en nuestra acción de gracias. Avui la Basílica de la Sagrada Família ens acull en aquesta bella ciutat, obrint les seves portes com si fossin braços per a convidar a cadascú en aquest altar a escoltar la paraula de Déu. És un temple que ens constitueix en una família estimada pel Senyor, alimentada per la seva pròpia vida en l'Eucaristia. Així és com la ciutat comtal i tota Catalunya es reuneixen en aquest temple, signe també d'unitat i de concòrdia, i aixequen la seva mirada per trobar-se amb el rostre de Déu Pare, resplendent en el seu Fill fet home, Jesucrist. കഴിഞ്ഞ 144 വർഷമായി നിർമ്മാണം തുടരുന്ന ഈ ചരിത്രപ്രസിദ്ധമായ ദേവാലയം പൂർത്തീകരണത്തിലേക്ക് അടുക്കുന്നതിൻ്റെ സുപ്രധാന നാഴികക്കല്ലാണിത്. ബാഴ്സലോണയിലെയും കാറ്റലോണിയയിലെയും ഒന്നിപ്പിക്കുന്ന ഒരു വലിയ കുടുംബത്തിൻ്റെ അടയാളമാണ് സഗ്രഡ ഫാമിലിയ എന്ന മാർപ്പാപ്പ ഓർമ്മിപ്പിച്ചു. 2010 ബെനഡിക്ട് 16 മാർപ്പാപ്പ പ്രതിഷ്ഠിച്ച ഈ ബസിലിക്ക അദൃശ്യനായ ദൈവത്തിൻ്റെ ദൃശ്യമായ അടയാളമാണ്. ഈ നിർമ്മിതി പൂർണ്ണമായും അവസാനിച്ചിട്ടില്ലാത്ത ഒന്നാണെന്നും ഇത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെയാണ് ഓർമ്മിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ ഒന്നിച്ച് കെട്ടിപ്പടുക്കേണ്ട ഒരു മാസ്റ്റർ പീസായാണ് കാണുന്നത്. നാം ഓരോരുത്തരും അതിലെ ജീവനുള്ള കല്ലുകളാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തെ മുൻനിർത്തി വളരെ ശക്തമായ ചില ഓർമ്മപ്പെടുത്തലുകൾ മാർപ്പാപ്പ വിശ്വാസികൾക്ക് നൽകി. നമുക്ക് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും അതേസമയം യുദ്ധത്തെ അനുകൂലിക്കുകയും ചെയ്യാനാകില്ല. യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കാൻ നമുക്കാവില്ല. നമുക്ക് യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് ദുരിതം അനുഭവിക്കുന്നവരെയും കരയുന്നവരെയും ദാരിദ്ര്യത്തിൽ നിന്ന് ജീവരക്ഷാർത്ഥം ഓടിപ്പോകുന്നവരെയും കൈവിട്ടുകളയാൻ സാധിക്കില്ല. ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവർ പാപത്തിൽ ജീവിക്കുക മാത്രമല്ല സ്വന്തം അയൽക്കാരൻ്റെ മരണത്തിന് കൂടി കാരണക്കാരാകുകയാണെന്ന് മാർപ്പാപ്പ മുന്നറിയിപ്പ് നൽകി. ബസിലിക്കയ്ക്ക് മുകളിൽ ഉയർന്നു നിൽക്കുന്ന കുരിശ് സമൂഹത്തിൽ ഏറ്റവും അവസാനത്തെ ആളുകളായി പരിഗണിക്കപ്പെടുന്നവരുടെയും പാപികളുടെയും പ്രത്യാശയുടെയും പ്രതീകമാണെന്ന് മാർപ്പാപ്പ കൂട്ടിച്ചേർത്തു. പകലിൽ സൂര്യപ്രകാശമേറ്റും രാത്രിയിൽ നഗരത്തെ മുഴുവൻ പ്രകാശിപ്പിച്ചും നിൽക്കുന്ന ഈ വലിയ കുരിശ് മെട്രോണിയൽ കടൽ തീരത്ത് ഒരു ലൈറ്റ് ഹൗസ് പോലെയാണ്. ശില്പിയായ ആന്റണി ഗൗഡിയെയും ഈ അത്ഭുത നിർമ്മിതിക്ക് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ തൊഴിലാളികളെയും കലാകാരന്മാരെയും മാർപ്പാപ്പ നന്ദിയോടെ സ്മരിച്ചു. കലയും ഭംഗിയും സുവിശേഷ പ്രഘോഷണത്തിനായുള്ള ഏറ്റവും മികച്ച മാധ്യമങ്ങളാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പള്ളി എന്ന റാങ്കുകളിൽ ഇടം പിടിക്കുന്നതിനേക്കാൾ തകർന്നടിഞ്ഞ മനുഷ്യരുടെ ജീവിതങ്ങളെ ഉയർത്തുന്നതിനാണ് സഭ ശ്രമിക്കേണ്ടതെന്നും പറഞ്ഞാണ് മാർപ്പാപ്പ തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. സ്പെയിൻ ഒരൊറ്റ കുടുംബം ഒത്തൊരുമയോടെ ദൈവത്തെ സ്തുതിക്കണമെന്ന് ലിയോ 14 മാർപ്പാപ്പ. ശക്തമായ പ്രാദേശിക രാഷ്ട്രീയ സ്വയംഭരണ പ്രസ്ഥാനങ്ങൾ നിലനിൽക്കുന്ന സ്പെയിനിലെ കാറ്റലോണിയയിൽ രാജ്യത്തിന്റെ ഐക്യവും വിശ്വാസവും ഉയർത്തിപ്പിടിച്ച് ലിയോ 14 മാർപ്പാപ്പ. കാറ്റലോണിയയുടെ ആത്മീയ ഹൃദയമെടുപ്പെന്നറിയപ്പെടുന്ന ആബേ ഓഫ് മോൺസറാട്ടിൽ ജപമാല സമർപ്പണത്തിന് ശേഷം വിശ്വാസികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പാപ്പ. Si contenti poter stare als peus della Morinità per incommenarli per la confianza nella sua intercessione maternale. Il mio serve Petri è la missione dell'Ecclesia nel mondo, che clama demandant giustizia e pace. Amb emozione ricordat els meus anys
como rector de la parroquia de Santa María de Montserrat, a Trujillo, Perú. La moreneta sempre m'ha acompanyat. Gràcies, Catalunya, per la vostra fe. Els murs d'aquest recinte podrien explicar-nos les innombrables històries de devoció, agraïment i esperança que han contemplat al llarg dels segles al voltant de la Verge de Montserrat i també han estat testimonis de la sang vessada per amor a Jesucrist. Així mateix en aquests murs han estat custodiades les alegries i les penes, els goigs i les làgrimes de tant fidels, i han escoltat també les veus celestials del cant infantil de l'escolania más antigua de Europa. Cuando mi predecesor, el Papa Francisco, en el 2023, ofreció la Rosa de Oro a esta venerada imagen, nos invitaba a considerar cómo durante cientos de años los fieles, sin distinción, han pasado por este santuario desgranando las cuentas del rosario, porque María, Madre de Dios, es fundamental en la vida de todo cristiano. മാഡ്രിഡിലും ബാഴ്സലോണയിലും കാനറി ദ്വീപുകളിലും ഉൾപ്പെടെ സ്പെയിനിലെമ്പാടും താൻ ദർശിച്ചത് ദൈവത്തെ സ്തുതിക്കുവാനും ഒന്നിച്ചു നിൽക്കുവാനുമുള്ള ജനങ്ങളുടെ ആഹ്വാനമാണെന്ന് മാർപ്പാപ്പ ഓർമ്മിപ്പിച്ചു. ആബയുടെ ബാൽക്കണിയിൽ പുഞ്ചിരിയോടെ പ്രത്യക്ഷപ്പെട്ട മാർപ്പാപ്പയെ ലിയോ മാർപ്പാപ്പ ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന മുദ്രാവാക്യങ്ങളോടെയും വലിയ കയ്യടികളോടെയുമാണ് വിശ്വാസികൾ വരവേറ്റത്. ആദ്യം മാഡ്രിഡിലും പിന്നീട് ബാഴ്സലോണയിലും കാറ്റിയോണിയയിലും ഇനി വരാനിരിക്കുന്ന കാനറി ദ്വീപുകളിലും നാം അനുഭവിക്കുന്ന ഈ സന്തോഷവും ആവേശവും ആഴമേറിയ വിശ്വാസത്തിന് തെളിവാണ്. സ്പെയിൻ മുഴുവൻ വിശ്വാസത്തിലും സ്നേഹത്തിലും നിറഞ്ഞിരിക്കുന്നു. ദൈവത്തിന് നന്ദി പറയുവാനും ഒരുമിച്ച് നിൽക്കുവാനുമുള്ള വലിയൊരു അനുഗ്രഹം ഇവിടെ ദൃശ്യമാണ്. മോൺസറാട്ട് മാതാവിൻ്റെ തണലിൽ നാം എല്ലാവരും ഒരൊറ്റ കുടുംബമാണ്. തൻ്റെ പൊന്തിഫിക്കേറ്റിൻ്റെ പ്രധാന മുദ്രാവാക്യമായ ഐക്യം എന്ന ആശയത്തിന് ഊന്നൽ നൽകിയാണ് മാർപ്പാപ്പ സംസാരിച്ചത്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെ സ്വീകരിക്കുവാനും അവരെ തങ്ങളുടെ സമൂഹത്തിന്റെ ഭാഗമാക്കി മാറ്റുവാനും കാറ്റലോണിയ കാണിക്കുന്ന വലിയ മനസ്സിനെ മാർപ്പാപ്പ പ്രത്യേകം പ്രശംസിച്ചു. എല്ലാവരെയും ഒരൊറ്റ കുടുംബമായി എങ്ങനെ സംയോജിപ്പിക്കാമെന്ന് കാറ്റലോണിയ ലോകത്തെ പഠിപ്പിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. തീർത്ഥാടകരെ സ്നേഹത്തോടെ സ്വീകരിക്കുന്ന മോൺസറാട്ടിലെ സന്യാസി സമൂഹത്തിനും അദ്ദേഹം നന്ദി അറിയിച്ചു. വിശ്വാസമാണ് ജീവൻ നൽകുന്നതെന്നും വിശ്വാസമാണ് പ്രത്യാശ നൽകുന്നതെന്നും കാറ്റലോണിയയിലെയും സ്പെയിനിലെയും ലോകത്തെ മുഴുവനെയും ഓർമ്മിപ്പിക്കാനാണ് നിങ്ങൾ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നതെന്ന് മാർപ്പാപ്പ പറഞ്ഞു. കുരിശിൽ കിടന്നുകൊണ്ട് യേശു നമുക്ക് അമ്മയായി നൽകിയ മറിയം മാതൃസഹജമായ സ്നേഹത്തോടെ എപ്പോഴും നമ്മെ അനുഗമിക്കുമെന്നും വ്യക്തമാക്കിയ മാർപ്പാപ്പ എല്ലാവർക്കും അപ്പസ്തോലിക ആശീർവാദം നൽകിയാണ് മടങ്ങിയത്. വിഷാദവും വേദനയും ദൈവഹിതമല്ല. ബാഴ്സലോണ ഒളിമ്പിക് സ്റ്റേഡിയത്തെ കണ്ണീരണിയിച്ച് ലിയോ 14 പാപ്പയുടെ വാക്കുകൾ. സ്പെയിനിലെ അപ്പസ്തോലിക സന്ദർശനത്തിനിടെ ബാഴ്സലോണയിലെ ലൂയിസ് ക്യാമ്പസ് ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ നടന്ന പ്രാർത്ഥനാ ശുശ്രൂഷയിൽ യുവാക്കൾക്ക് ശക്തമായ ആത്മീയ സന്ദേശം നൽകി ലിയോ 14 പാപ്പ. ജീവിതത്തിലെ മാറ്റങ്ങൾ, മാനസികാരോഗ്യം, കഷ്ടപ്പാടുകൾ, ഗാർഹിക പീഡനം, ക്ഷമ എന്നിവയെക്കുറിച്ചുള്ള 3 യുവാക്കളുടെ ഹൃദയസ്പർശിയായ സാക്ഷ്യങ്ങൾക്ക് മറുപടി നൽകിക്കൊണ്ടാണ് പാപ്പ ഇപ്രകാരം സംസാരിച്ചത്. Gracias por este testimonio. Gracias por permitirme participar en la teva alegría y en la de todos aquellos que en la Pascua de aquest any han rebut el sacrament del bateig. Numerosos jóvenes y adultos están redescubriendo la fe cristiana, quizá después de una etapa de la vida en la que se habían apartado un poco de Dios. Se trata de un paso realmente importante. En efecto, todo lo que descubrimos, acogemos y vivimos paulatinamente a lo largo del camino contribuye ciertamente a nuestro crecimiento, a nuestra madurez y a ensanchar espacios de vida en nuestro interior. Pero al mismo tiempo
en medio de las alegrías, los éxitos y las derrotas, nos damos cuenta de que necesitamos otra agua para saciarnos más profundamente. Nuestro deseo de verdad y de felicidad necesita un horizonte más grande. Y esta inquietud es un don que Dios mismo nos ha dado. Estamos hechos a medida del infinito y por eso todo horizonte finito, todo paso, toda conquista, mientras nos satisface, al mismo tiempo nos impulsa hacia adelante y nos invita a seguir buscando, a buscar avanzando, pero sobre todo a buscar descendiendo interiormente. വിജയങ്ങളും നേട്ടങ്ങളും കൈവരിച്ചിട്ടും ഉള്ളിൽ അനുഭവപ്പെടുന്ന ശൂന്യതയെക്കുറിച്ച് സംസാരിച്ച ഫെറൻ എന്ന യുവാവിന് മറുപടിയായി, ഉള്ളിലെ ഇത്തരം ആത്മീയ അസ്വസ്ഥതകളെ ഭയപ്പെടേണ്ടതില്ല എന്നും അവയെ നെഞ്ചോട് ചേർക്കുകയാണ് വേണ്ടതെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. നാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ആനന്ദതയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ടാണ് ലൗകികമായ ഓരോ നേട്ടങ്ങളും നമ്മെ തൃപ്തിപ്പെടുത്തുമെങ്കിലും വീണ്ടും മുന്നോട്ട് തിരയാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതെന്ന് പാപ്പ പറഞ്ഞു. ലാഭത്തിനും പ്രകടനത്തിനും മാത്രം മുൻഗണന നൽകുന്ന ഇന്നത്തെ സംസ്കാരത്തിനെതിരെ മുന്നറിയിപ്പ് നൽകിയ പാപ്പ ദിവസവും കുറച്ചു സമയം സുവിശേഷം വായിക്കുവാനും ദൈവത്തോട് സംസാരിക്കാനുമായി മാറ്റിവെക്കണമെന്ന് ആഹ്വാനം ചെയ്തു. വിഷാദ രോഗത്തോടും ആത്മഹത്യാ ചിന്തകളോടും പോരാടി ജീവിതത്തിലേക്ക് തിരിച്ചുവന്ന കർമീന എന്ന യുവതിയുടെ സാക്ഷ്യത്തിന് മാർപ്പാപ്പ നൽകിയ മറുപടി ഏറെ ശ്രദ്ധേയമായി. ആധുനികമെന്ന് അവകാശപ്പെടുന്ന സമൂഹങ്ങളിൽ മാനസികാരോഗ്യം നേരിടുന്ന വെല്ലുവിളികൾ കടുത്ത ആശങ്കയുണ്ടാക്കുന്നതാണെന്ന് പാപ്പ പറഞ്ഞു. ക്രൂശിതനായ യേശുവിൻ്റെ ഏകാന്തതയും വേദനയും അനുസ്മരിച്ചുകൊണ്ട് മാർപ്പാപ്പ ഇപ്രകാരം പറഞ്ഞു: വേദനകളുടെ നിമിഷങ്ങളിൽ ദൈവം നമ്മെ ഉപേക്ഷിച്ചുവെന്ന് തോന്നിയേക്കാം, എന്നാൽ യേശുവിൻ്റെ കുരിശ് നമ്മോട് പറയുന്നത് മറ്റൊന്നാണ്. ദൈവം നമ്മെ കൈവിടില്ല. നമ്മുടെ വേദനയുടെയും കടുത്ത ഏകാന്തതയുടെയും നിമിഷങ്ങളിൽ അവൻ നമ്മുടെ അരികിലുണ്ട്. നമ്മോടൊപ്പം അവൻ കുരിശിലേറ്റപ്പെടുന്നു. അതേസമയം കഷ്ടപ്പാടുകളെ ദൈവഹിതമെന്ന് പറഞ്ഞ് ലളിതവൽക്കരിക്കരുതെന്നും ദൈവം ആരുടെയും കഷ്ടപ്പാടുകൾ ആഗ്രഹിക്കുന്നില്ല എന്നും പകരം അവൻ നമ്മോടൊപ്പം ചുമക്കുകയാണെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് മഹാഭാഗ്യം. വോളണ്ടിയർമാർക്ക് നന്ദി അറിയിച്ച് മാർപ്പാപ്പ. ലിയോ 14 മാർപ്പാപ്പയുടെ സ്പെയിനിലെ അപ്പസ്തോലിക സന്ദർശനത്തിന്റെ പ്രഥമഘട്ടം വിജയകരമായി പൂർത്തിയായി. സന്ദർശനത്തിന്റെ ഒരുക്കങ്ങൾക്കായി മാസങ്ങളോളം തങ്ങളുടെ സമയവും അധ്വാനവും മാറ്റിവെച്ച സന്നദ്ധ പ്രവർത്തകരുമായി നടത്തിയ കൂടിക്കാഴ്ചയോടെയാണ് ആദ്യഘട്ട പരിപാടികൾക്ക് സമാപനമായത്. Queridos hermanos, hermanas, buenos días. Este encuentro es el último de la etapa madrileña de mi viaje apostólico. Pero me alegra mucho que sea con vosotros, voluntarios y voluntarias. Cada uno de vosotros y muchos más que no han podido estar aquí esta mañana, merecéis un gracias muy especial porque habéis ofrecido vuestra presencia, vuestro servicio y lo habéis hecho por amor al Señor, a la Iglesia y al Papa. Gracias de todo corazón. Agradezco a los dos portavoces que nos han brindado sus testimonios y a quienes han realizado el video y la actuación musical. He sabido que desde el principio vuestra respuesta a la convocatoria ha sido entusiasta. En pocos días habéis superado las cifras solicitadas y así las necesidades han quedado ampliamente cubiertas. Os habéis tomado días libres en el trabajo. Algunos de vosotros os habéis dedicado a tiempo completo durante meses, pero cada uno ha dado lo que ha podido, entregando corazón,
manos, ideas, talentos, sonrisas. Que Dios os recompense como solo Él sabe hacerlo. തങ്ങളുടെ ജോലികളിൽ നിന്നും അവധിയെടുത്തും മാസങ്ങളോളം പൂർണ്ണസമയ സേവനം ചെയ്തും മാർപ്പാപ്പയുടെ വരവിനായി പശ്ചാത്തലമൊരുക്കിയ ഏവരെയും പാപ്പ ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചു. കർത്താവിനോടും സഭയോടും മാർപ്പാപ്പയോടുമുള്ള സ്നേഹത്തെ പ്രതിയാണ് നിങ്ങൾ ഇത് ചെയ്തത്. നിങ്ങളിൽ ഓരോരുത്തരും നിങ്ങളുടെ ഹൃദയം, കൈകൾ, ചിന്തകൾ, കഴിവുകൾ, പുഞ്ചിരി എന്നിവയാണ് ഇവിടെ സമർപ്പിച്ചത്. ദൈവം നിങ്ങൾക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പാപ്പ ആശംസിച്ചു. ബൈബിളിലെ പുളിമാവിന്റെ ഉപമ അനുസ്മരിച്ചുകൊണ്ട് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ സമൂഹത്തിന് നമ്മുടെയും സ്വാർത്ഥതയില്ലാത്ത സ്നേഹത്തിന്റെയും പുളിമാവായി മാറണമെന്ന് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു. സന്നദ്ധ പ്രവർത്തകരുടെ പ്രവൃത്തിയിലൂടെ ക്രൈസ്തവർക്ക് എങ്ങനെയാണ് സമൂഹത്തെ നന്മയിലേക്ക് നയിക്കാൻ കഴിയുക എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. സ്വാർത്ഥതയില്ലാത്ത സേവനം എന്നത് ഒരു സമൂഹത്തിന് മാനുഷികവും ധാർമ്മികവും ആത്മീയവുമായ തലങ്ങളെ വളർത്തുന്ന പുളിമാവ് പോലെയാണ്. അത് ദൈവരാജ്യത്തിന്റെ സവിശേഷമായ ലക്ഷണമാണ്. സ്വന്തം താല്പര്യങ്ങൾക്കും ലാഭക്കൊതിക്കും മാത്രം മുൻഗണന നൽകുന്ന ഇന്നത്തെ ലോകത്ത് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനും മാനവികതയുടെ സമഗ്രമായ വികസനത്തിന് ജീവിക്കുവാനും ക്രൈസ്തവർക്ക് സാധിക്കണമെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. ഇതോടെ ഈ ആഴ്ചയിലെ വത്തിക്കാൻ റിപ്പോർട്ട് പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി.